ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ബെല്ലാവിറ്റ വൈറ്റ് ടൂത്ത് എന്ന പെർഫ്യൂമാണ്. ചിലർ ചോദിക്കുക നിങ്ങൾ എന്താ ചെറിയ പെർഫ്യൂം പരിചയപ്പെടുന്നത്? ആക്ച്വലി ഇതുപോലത്തെ ബോക്സുകൾ വാങ്ങിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ചെറിയ പെർഫ്യൂംസ് മോസ്റ്റ്ലി. അപ്പോൾ നമുക്കിത് വീഡിയോ ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ഇത്രയും പെർഫ്യൂംസ് വാങ്ങിയിട്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസസും ഇല്ല. പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, നമ്മളെ പർപ്പസ് വീഡിയോ ചെയ്യുക, ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ആളുകൾക്ക് എത്തിക്കുക, അതിനാണ് ചെറുത് വാങ്ങിക്കുന്നത്. സോ ഫ്രാഗ്രൻസ് അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സിൽ വന്നാണ് വൈറ്റ് ടൂത്ത്. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പെർഫ്യൂം ആയിരുന്നു വൈറ്റ് ടൂത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ വൈറ്റ് ടൂത്ത് എന്നുള്ള പെർഫ്യൂമിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ ഊത് പെർഫ്യൂംസിൽ കിട്ടുന്ന ആ ഒരു ഡാർക്ക്നെസ് ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് വൈറ്റ് ടൂത്ത് എന്ന് കിട്ടുക. വൈറ്റ് ടൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ മെയിൻ ആയിട്ട് കിട്ടാറുള്ളത് ഒന്ന് മസ്കും പിന്നെ വൈറ്റ് ഫ്ലോറൽ നോട്ട്സും, അതിൽ തന്നെ ഒരു ജാസ്മിനൊക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് കിട്ടും, പിന്നെ ഒരു ഫ്രഷ്നെസ്സും. ഇതാണ് പൊതുവെ വൈറ്റ് ടൂത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാറുള്ള സാധനങ്ങൾ. ഇവിടെ ടു സം എക്സ്റ്റെന്റ് അങ്ങനെയുണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ വേറെയും ചില നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഇങ്ങനെ ചെറുതാണ്, 5 ml ആണ്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, പല വീഡിയോസിലും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ എല്ലാവരും ഇപ്പൊ എല്ലാ വീഡിയോസും കണ്ടോളണം എന്നില്ല. എന്നാലും ചിലര് നമ്മുടെ വീഡിയോസ് കാണാതെ ചില വീഡിയോസ് മാത്രം കണ്ടുപോയ ആൾക്കാർ പറയും 100 ml ബെല്ലാവിറ്റ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ 100 ml വൈൽഡ് സ്റ്റോൺ നിൽക്കുന്നില്ല, ചെറുതാണ് നിൽക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെറുതിന്ന് കിട്ടുന്നത്, അതായത് ഇങ്ങനത്തെ 5 ml 8 ml എന്നൊക്കെ കിട്ടുന്ന അറ്റോമൈസർ, ഇത് വ്യത്യാസമുണ്ട്. ഇതിൽ നല്ല ക്വാണ്ടിറ്റിയിൽ പെർഫ്യൂം വരുന്നുണ്ട്, പക്ഷെ വലുതാവുമ്പോൾ ഭയങ്കര ഫിൽറ്റേർഡ് ആയിട്ട് ചെറുതായിട്ടേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരു റീസൺ. അതെല്ലാം അങ്ങനെയാണെന്നുള്ളതല്ല, ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ള ഒരു റീസൺ അതാണ്. ചെറുതിലേക്ക് ഇതുപോലത്തെ ബോട്ടിലേക്ക് വരുമ്പോൾ നല്ലോണം നിൽക്കും, പക്ഷെ ഈ പെർഫ്യൂംസ് പെട്ടെന്ന് തീരുകയും ചെയ്യും. വലുതാകുമ്പോൾ കൂടുതൽ കാലം നിൽക്കും, പക്ഷെ കുറച്ച് ഫ്രാഗ്രൻസ് അതിൽ നിന്ന് പുറത്തു വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അത്ര അതിൽ പെർഫ്യൂമിന്റെ ക്വാണ്ടിറ്റി വരുന്നത് കുറവായതുകൊണ്ട് നമുക്ക് അത്ര ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നൂല. അതാണ് ഇത് രണ്ടും നമ്മളൊരു വ്യത്യാസം. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ഓൾറെഡി ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഇവിടെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് നമുക്ക് അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുന്നത് ഇതിൽ ഫ്രഷ്നെസ് ആണ്. സാധാരണ ഒരു ഫ്രഷ് പെർഫ്യൂം, ഒരു സമ്മർ പെർഫ്യൂം എന്നൊക്കെ കിട്ടുന്ന ഒരു ഫ്രഷ് വൈബാണ് ഈ ഒരു പെർഫ്യൂമിന്റെ ഓപ്പണിംഗ് എന്ന് കിട്ടുന്നത്. അതിങ്ങനെ സ്നിഫ് ചെയ്താൽ തന്നെ നമ്മൾ എന്താണോ വൈറ്റ് ടൂത്ത് എന്ന് പറയുമ്പോൾ അൽനോയമിന്റെ ഒക്കെ വൈറ്റ് ടൂത്ത് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് വൈബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ചെറിയ 1-2 മാറ്റങ്ങൾ കണ്ടു. അതെന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഇത് ഡ്രൈ ഡൗണിലേക്ക് എത്തുമ്പോൾ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് വൈറ്റ് ഫ്ലോറൽ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലില്ലി, ജാസ്മിൻ, ഇങ്ങനത്തെ ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ആണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഇത് വീഡിയോ ചെയ്ത ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഊത് എവിടെയും കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എവിടേക്കോ ഒരു വുഡി നോട്ട്സ് വരുന്നുണ്ട്. അത് ഇങ്ങനെ സ്നിഫ് ചെയ്താൽ ചെറുതായിട്ട് വളരെ നേരിയ രീതിയിൽ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഈ ഊത് കമ്പോടി എന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചീഞ്ഞ സ്മെല്ലുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ചിലർക്ക് ഞാനത് പറയുന്നത് ഇഷ്ടപ്പെടാറില്ല. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്, ചില വീഡിയോസിന് താഴേക്ക് കമന്റ്സ് കാണാറുണ്ട്. അപ്പൊ അതായത് ആ ഒരു വൈബ് ഇതിന്റെ ഉള്ളിൽ ചെറുതായിട്ട് എവിടേക്കോ ഉണ്ട്. അത് ഇനി എനിക്ക് കിട്ടിയ ഈ ഒരു ബാച്ചിന് അങ്ങനെ വന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതിൽ ഊതില്ല എന്ന് പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ സാധനത്തിന്റെ ഉള്ളിൽ ചെറുതായിട്ട് ആ ഒരു ചീഞ്ഞ സ്മെല്ലുണ്ട് ഊതിന്റെ. അപ്പൊ ഇത് അങ്ങനെ സാധാരണ നമ്മൾ വൈറ്റ് ടൂത്ത് യൂസ് ചെയ്യുന്ന പോലെ അത്ര പ്ലീസിങ് ആയിട്ട് വൈറ്റ് ടൂത്ത് എന്നൊന്നും പറയാൻ പറ്റിയ ഒരു വൈറ്റ് ടൂത്ത് അല്ല ഇത്. ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ആ ഒരു ഊതുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഒരു മസ്കി ഫ്രാഗ്രൻസും പിന്നെ ആ ഒരു ഊത് പോലത്തെ ഒരു വുഡിമെന്ന് മാറിയിട്ട് വേറെ എന്തോ ഒരു വുഡി നോട്ട്സിലേക്ക് ഇത് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഇത് ഒരു യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വൈറ്റ് ടൂത്ത് പൊതുവേ നമ്മൾ ഓഫീസ് പെർഫ്യൂം ആയിട്ടാണ് പറയാ, പക്ഷെ ഇത് ആ ഒരു ഓഫീസ് എന്നുള്ളതിൽ നിന്ന് വിട്ടിട്ട് ആ ഒരു ചെറുതായിട്ട് വുഡി നോട്ട്സ് ഒക്കെ ഉള്ളിൽ കയറി വന്നതുകൊണ്ട് ഇതൊരു ഓൾ ഒക്കേഷൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ബെല്ലാവിറ്റ പൊതുവെ എല്ലാവരും മോശം പറയാറുള്ളതാണ്. ഞാൻ ഇതിന്റെ വലുത് യൂസ് ചെയ്തിട്ടില്ല. ചിലതൊക്കെ എൻ്റെ അടുത്ത് 20 ml ഉണ്ട്. മുമ്പ് ഏതോ 100 ml വാങ്ങിച്ചിരുന്നു. അപ്പോ ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് എനിക്കൊരു 1 hourന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷൻ ആണ്. അതായത് 45 minutes to 1 hour അത്രയും പ്രൊജക്ഷൻ ഉള്ളൂ. അവിടെ നമുക്കൊരു 2 to 2.5 hours വരെ ലോഞ്ചിവിറ്റി ഉണ്ട്.
അത് ഇപ്പോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മഴയുള്ള ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ഇത് തർക്കടിയാതെ നിൽക്കുന്നുണ്ട്. അല്ലാത്തൊരു സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിൽ അത്രയും നിൽക്കൂല. ഒരു 2.5 hours വരെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ ഇതിന് ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. അത് ചെറിയ പ്രൈസിന് അത് ഓക്കെ ആണ്. പിന്നെ നിങ്ങൾ ഇതിന്റെ വലുതൊന്നും പോയിട്ട് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ചെറുത് ഇതേപോലത്തെ ചെറുതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ചെറുത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 20 ml വരെ വാങ്ങിച്ചോളൂ. അതിന്റെ മേലോട്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു സജഷൻ. സോ അതൊക്കെയാണ് ഹണി ഊതിന്റെ ഡീറ്റെയിൽസ്. ഫ്രാഗ്രൻസ് വൈസ് ഇത് കുഴപ്പമില്ല, പക്ഷെ എല്ലാവറ്റും പറയുന്ന പോലത്തെ ചില നെഗറ്റീവ്സ് എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. So anyways, that's all for this video. Thanks for watching.